അതിനുശേഷം 1640 പ്രൗഢഗംഭീരമായ തലയെടുപ്പോട് കൂടിയ ഇന്ന് ഈ കാണുന്ന അർത്തുങ്കൽ പള്ളി അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ്. കരിങ്കല്ല് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കരിങ്കല്ലൊക്കെ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ വള്ളങ്ങളിലായിരുന്നു കരിങ്കല്ലുകളൊക്കെ എത്തിച്ചിരുന്നത്. അങ്ങനെ കരിങ്കല്ലിൽ നിർമ്മിച്ച ഗംഭീരമായ ഒരു പള്ളി, നമുക്ക് അവിടെ ചെന്ന് ഞെട്ടിപ്പോവും. ആ രീതിയിലുള്ളൊരു പള്ളിയാണ്, പൂർണ്ണമായും കരിങ്കല്ലിൽ. മാത്രമല്ല ഈ കടലിന്റെ തീരത്ത് തന്നെയാണ് ഈ പള്ളി, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ പള്ളിമുറ്റം മുഴുവൻ മണലാണ്. മണലിലൂടെ വേണം നമ്മൾ നടന്ന് ഈ പള്ളിമുറ്റത്തേക്ക് എത്താൻ. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേർണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ 2025 ഇവിടെ വാങ്ങി 2026 ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും സമ്പൽ സമൃദ്ധമായ ഒരു വർഷമായിരിക്കട്ടെ 2026 എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ പള്ളിക്ക് സമീപമാണ്. സെന്റ് ആൻഡ്രൂസ് ബസീലിക്ക എന്നറിയപ്പെടുന്ന ഈ അർത്തുങ്കൽ പള്ളി പൂർണ്ണമായും പോർച്ചുഗീസ് വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ അർത്തുങ്കൽ പള്ളി. മാത്രമല്ല ഒരു വലിയ മത സൗഹാർദ്ദതയുടെ ഒരു നെടുന്തൂണ് കൂടിയാണ് അർത്തുങ്കൽ പള്ളി എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് മാലയിടാനും അതുപോലെ തീർത്ഥാടനം കഴിഞ്ഞു വരുന്ന അയ്യപ്പന്മാരെ മാല ഊരാനും ഒക്കെ ആയിട്ട് ഈ പള്ളിക്ക് സമീപം നിൽക്കുന്ന ഒരു കാഴ്ച കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുന്ന ഒരു വലിയ കാഴ്ച തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ തിരുനാളും വളരെ പ്രശസ്തമാണ്. വിദേശികളൊക്കെ ധാരാളം പങ്കെടുക്കുന്ന ഒരു തിരുനാളാണ് അർത്തുങ്കൽ പള്ളിയിലെ തിരുനാൾ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളിത് പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം. കേരളം എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീടാണ് കേരളമൊക്കെ മാറിയത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അർത്തുങ്കൽ എന്ന ഈ പ്രദേശം മുത്തേടത്ത് രാജഭരണത്തിന്റെ കീഴിലായിരുന്നു, ഒരു നാട്ടുരാജ്യത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഈ മുത്തേടത്തിന്റെ തലസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. ഈ അർത്തുങ്കൽ എന്ന് പേര് വരാനും ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ ഒരു ബുദ്ധ ക്ഷേത്രം ഉണ്ടായിരുന്നു. ബുദ്ധക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബുദ്ധമതം ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ്. അങ്ങനെ ഈ ബുദ്ധ വിശ്വാസികളെ അർഹതന്മാർ എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അവരുടെ ആരാധനാലയത്തെ കല്ല് എന്നും വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് അർഹതൻ കല്ല് എന്നുള്ളതായിരുന്നു. പിന്നീട് അത് ലോപിച്ചാണ് അർത്തുങ്കൽ ആയി മാറിയത് എന്നുള്ളൊരു ചരിത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതിനുശേഷം കാലം വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. ഇവിടെ ഒരു വ്യാപാര വ്യവസായ മേഖലയൊക്കെ ആയി മാറി. കാരണം തീരദേശം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാപാരങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഒരുപാട് ക്രൈസ്തവരൊക്കെ കുടിയേറ്റം ആരംഭിച്ചു. പക്ഷെ ക്രൈസ്തവർ വന്നെങ്കിലും അവരുടെ ആരാധനകൾ, അവരുടെ മാമോദീസ പോലുള്ള കൂതാശകളൊന്നും നടത്താനുള്ള പള്ളിയോ അതിനുള്ള വികാരികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പോർച്ചുഗീസുകാരുടെ കടന്നുവരവ്, അതായത് വാസ്കോഡ് ഗാമയുടെ ഒക്കെ കടന്നുവരവ്. അങ്ങനെ 1560 ഇവിടെ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ഈ മിഷൻ പ്രവർത്തകരും ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ പ്രദേശവാസികളെല്ലാവരും മുത്തേടത്തെ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്രൈസ്തവ പള്ളി പണിയാനുള്ള സൗകര്യം ഒരുക്കി തരണം എന്ന് പറഞ്ഞു. ആദ്യമൊന്നും മുത്തേടത്തെ രാജാവ് സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് നിരന്തരമായിട്ടുള്ള നിർബന്ധം മൂലവും അതുപോലെ തന്നെ പല ഓഫറുകൾ കൊണ്ടും ഇദ്ദേഹം ഈ മുത്തേടത്തെ രാജാവ് പള്ളി പണിയാൻ സമ്മതിച്ചു. മാത്രമല്ല തന്റെ ഉദ്യാനത്തിലുള്ള മരങ്ങൾ മുറിച്ച് തന്നെ പള്ളി പണിയാനുള്ള സൗകര്യമാണ് കൊടുത്തത്. അങ്ങനെ 1581 മരവും ഓലയും കൊണ്ട് വിശുദ്ധ ആന്ത്രോയസിന്റെ നാമധേയത്തിൽ ആദ്യത്തെ പള്ളി, വടക്കോട്ട് ദർശനത്തോടു കൂടിയ ആദ്യത്തെ പള്ളി ഇവിടെ രൂപീകരിക്കുകയാണ്. അങ്ങനെ ഈ പള്ളിയിൽ ആദ്യത്തെ വികാരിയായിട്ട് ഗാസ് പർപ്പയാസ് അധികാരമേറ്റു. അതിനുശേഷം 1584 ഫെനിഷ്യോ എന്ന പുതിയൊരു വികാരി അധികാരമേറ്റു. ഈ ഫെനിഷ്യോനെ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ ജനപ്രീതി നേടിയ ഒരാളായിരുന്നു. മാത്രമല്ല ഈ പള്ളിയുടെ പുനരുദ്ധാരണമൊക്കെ അദ്ദേഹം വീണ്ടും ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഒരു യൂറോപ്യൻ വികാരി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആളുകൾ ഇഷ്ടത്തോടു കൂടി വെളുത്തച്ഛൻ എന്ന് വിശേഷിപ്പിച്ചു. ഈ വെളുത്തച്ഛൻ എന്ന പേര് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മറ്റൊരു പേരായിട്ട് മാറി. ഇന്നും ഇത് വെളുത്തച്ഛന്റെ പള്ളി എന്ന ഒരു നാമധേയത്തിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഓലയിലും മരത്തിലും നിർമ്മിച്ച പള്ളി മാറ്റി കുമ്മായ കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ്. ആ പള്ളി ഇപ്പോഴും നമുക്ക് കാണാം. അതെല്ലാം കഴിഞ്ഞ് 1632 ഫെനിഷ്യോ മരണപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, വളരെ ജനപ്രീതി നേടിയ ഒരു വികാരി ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ജനപ്രവാഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഈ ഫെനിഷ്യോനെ മറവ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിർമ്മിച്ച പള്ളി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ കുമ്മായക്കൂട്ടൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച പള്ളി. ഈ പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആ മരണത്തിന്റെ ഡേറ്റ് ഒക്കെ ആലേഖനം ചെയ്ത ഒരു പ്രദേശം ആൾക്കാരുടെ അരികിലായിട്ട് കാണാൻ കഴിയും. അത് മാത്രമല്ല, ഈ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് മാല ഇടാനും മാല ഊരാനും ഒക്കെ ആയിട്ട് ഈ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അതും ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാം. ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം മാല ഊരി അവിടെ ആൾക്കാരുടെ അരികിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച, മത സൗഹാർദ്ദതയുടെ ഒരു കാഴ്ച കൂടെ കാണാം. അത് കഴിഞ്ഞ് ഈ പള്ളിയുടെ മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, വേറൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അന്ന് ഈ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല.
മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വികാരി, അതായത് അച്ഛനെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസംഗ പീഠകമുണ്ട്. അപ്പോൾ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. മുകളിലേക്ക് ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രസംഗം എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനുള്ള ഒരു പ്രസംഗ പീഠകം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വേറൊരു ഭാഗത്തേക്ക് വന്നാൽ മാമോദീസ തൊട്ടിലുണ്ട്. അപ്പൊ ഇന്നത്തെ മാമോദീസ തൊട്ടിലല്ല, അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാമോദീസ തൊട്ടിൽ എന്ന് പറയുന്ന ഒരു തൊട്ടി, കുട്ടികളെയൊക്കെ മാമോദീസ ചെയ്യാനായിട്ട് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴും അതിൽ മാമോദീസയൊക്കെ നടത്തുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് എത്തണം. വളരെ പൗരാണിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ്. അതിന്റെ ഡോറൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പഴയ രീതിയിലുള്ള ഡോറാണ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ പഴയ രീതിയിലാണ്. അതിനുശേഷം 1640 പ്രൗഢഗംഭീരമായ തലയെടുപ്പോട് കൂടിയ ഇന്ന് ഈ കാണുന്ന അർത്തുങ്കൽ പള്ളി അവിടെ നിർമ്മിച്ചു എന്നുള്ളതാണ്. കരിങ്കല്ല് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കരിങ്കല്ലൊക്കെ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ വള്ളങ്ങളിലായിരുന്നു കരിങ്കല്ലുകളൊക്കെ എത്തിച്ചിരുന്നത്. അങ്ങനെ കരിങ്കല്ലിൽ നിർമ്മിച്ച ഗംഭീരമായ ഒരു പള്ളി, നമുക്ക് അവിടെ ചെന്നാൽ ഞെട്ടിപ്പോവും. ആ രീതിയിലുള്ള ഒരു പള്ളിയാണ്, പൂർണ്ണമായും കരിങ്കല്ലിൽ. മാത്രമല്ല ഈ കടലിന്റെ തീരത്ത് തന്നെയാണ് ഈ പള്ളി, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ പള്ളിമുറ്റം മുഴുവൻ മണലാണ്. മണലിലൂടെ വേണം നമ്മൾ നടന്ന് ഈ പള്ളിമുറ്റത്തേക്ക് എത്താൻ. പള്ളിമുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കരിങ്കല്ല്, അതിന്റെ കവാടമൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തോളം ടോപ്പ് ഇങ്ങനെ പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയാൽ, നമ്മൾ കയറുന്ന സമയത്ത് ഒരു കുർബാന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ അച്ഛൻ കുർബാന കഴിഞ്ഞിട്ട് കയറി ഷൂട്ട് ചെയ്തോണ്ടാണ് സമ്മതമൊക്കെ തന്നു. അത് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോഴും മനോഹരമായിരിക്കുന്ന ഇന്റീരിയറാണ് അവിടെയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബെഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഓരോ കുർബാന കഴിയുമ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ക്ലീനിങ് നടക്കുന്നുണ്ട്. അതിന്റെ ചുമരുകളിലൊക്കെ ഈ ബൈബിളിലെ പല ഇതിഹാസങ്ങളും പുരാണങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് ചെയ്യുമ്പോൾ അൾത്താരയുടെ അവിടെ ചെന്നാലും ഒരുപാട് രൂപങ്ങൾ, കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അൾത്താരയൊക്കെ നല്ല ഗംഭീരമായ രീതിയിൽ തന്നെയാണ്. സീലിംഗ് ഒന്നും പറയാനില്ല. അതുപോലെ അതിലെ ഫർണിച്ചറുകൾ എല്ലാം ഒരു പോർച്ചുഗീസ് വാസ്തുവിദ്യ, അതിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ. അങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലാണ് ഇപ്പൊ ഈ പള്ളി അറിയപ്പെടുന്നത്. അതിനും ഒരു കഥയുണ്ട്. ഈ പള്ളിയുടെ നിർമ്മാണ സമയത്ത് ഇറ്റലിയിലെ മിലാനിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒരു രൂപം കപ്പലിൽ കയറ്റി ഈ പള്ളിയിലേക്ക് എത്തിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പള്ളിയായി മാറുന്നത്. ആ കപ്പലിന്റെ ഒരു ചിത്രം കൂടെ ഈ സെബസ്ത്യാനോസിന്റെ പ്രതിഷ്ഠയുടെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയും രസകരമായൊരു കാഴ്ചയാണ്. ആരെയും ഞെട്ടിച്ചു കളയുന്ന, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഞെട്ടിച്ചു കളയുന്ന ഒരു പോർച്ചുഗീസ് വാസ്തുവിദ്യയിൽ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ആംഗിളിൽ നോക്കിയാലും ഒരു പ്രത്യേക രൂപഭംഗി തന്നെയാണ് ഈ പള്ളിക്ക് കാണാൻ കഴിയുന്നത്. പള്ളിയെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പള്ളിയിൽ വന്നിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എത്രയോ പ്രാവശ്യം ഈ പള്ളി മുറ്റത്തൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എനിക്കും ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ അർത്തുങ്കൽ എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു ബീച്ച് ചിലപ്പോൾ അർത്തുങ്കൽ ബീച്ചായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടെയാണ് എനിക്ക്. അങ്ങനെ നമ്മൾ ഈ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ മറ്റൊരു ഡോറിലൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇടനാഴി പോലെ അല്ലെങ്കിൽ മുറ്റം പോലെ നമുക്ക് കാണാം. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് നമ്മളിപ്പോ കണ്ട സെബസ്ത്യാനോസ് പുണ്യാളനുണ്ടല്ലോ, ഇറ്റലിയിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്ന ആ ശില്പം, ആ രൂപം, ആ കൊണ്ടുവന്ന കപ്പൽ, അതായത് അന്നത്തെ ഉരു എന്നൊക്കെ നമുക്ക് പറയുന്ന ആ ഒരു ഉരുവിന്റെ ഡെമോ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇവിടെ എന്താ പറയുക, പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ തോരണങ്ങളൊക്കെ തൂക്കാൻ വേണ്ടി, കർണ കെട്ടാൻ വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഈ ആംഗ്ലറൊക്കെ നമുക്ക് കാണുന്നത്. വലിയ ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് ആ ഒരു ഉരുവിന്റെ, ആ കപ്പലിന്റെ ഒരു മോഡൽ. അപ്പൊ അതിനകത്ത് കണ്ട സെബസ്ത്യാനോസ് പുണ്യാളന്റെ രൂപം കപ്പലിൽ കൊണ്ടുവരുന്ന ഒരു ഡെമോയെ കൂടി ചെയ്തിട്ടുണ്ട്. ഒരു പായ്ക്കപ്പലില് ഇത്തരത്തിലാണ് നമുക്ക് ഈ അർത്തുങ്കൽ പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ഒരുപോലെ ഉല്ലസിപ്പിക്കുന്ന, ആഹ്ലാദിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഈ കപ്പലിലേക്ക് ഒന്ന് കയറാം. അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ചെറിയൊരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് ഉണ്ടോ, ശരിക്കും വെള്ളം തന്നെയാണ്. അതിനകത്ത് മീനൊക്കെ വളർത്തിയിട്ടുണ്ട്. അപ്പൊ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെരുന്നാളിനോട് അനുബന്ധിച്ചാണ്. അപ്പൊ നമ്മൾ കപ്പലിലേക്ക് കയറുകയാണ്. സെബസ്ത്യാനോസ് പുണ്യാളന്റെ ആ രൂപം ഇറ്റലിയിൽ നിന്ന് കൊള്ളുന്ന ആ പത്തേമാരി അല്ലെങ്കിൽ ആ ഉരുവിലേക്ക് നമ്മൾ കയറുകയാണ്. ഉരുവിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്ന ഇതാ, ഗ്ലാസ്സിൽ തുടരുത് എഴുതരുന്നൊക്കെ പ്രത്യേകം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളത് ഇവിടെ വരുമ്പോൾ പാലിക്കേണ്ടതാണ്. സെബസ്ത്യാനോസ് പുണ്യാളന്റെ ആ രൂപം, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന രൂപം നമുക്കിവിടെ കാണാൻ കഴിയുക. ശരിക്കും അന്നത്തെ ഒരു നൊസ്റ്റാൾജിയ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഈ ഒരു രൂപം, ഈ ഒരു ശില്പം അല്ലെങ്കിൽ ഒരു കപ്പൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഈ രീതിയിലാണ് കാണാൻ കഴിയുക. അത് കഴിഞ്ഞിട്ടുണ്ടോ, നമ്മൾ ശരിക്കും ഈ ഉരുവൊക്കെ നമ്മൾ കാണാറില്ലേ, അതിൻ്റെയൊക്കെ ഫ്രണ്ടിലെ അപ്പർ ഡെക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആ സ്ഥലത്ത് കയറി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും.
കടലിലൂടെ വരുമ്പോൾ പരുന്തുകളൊക്കെ ഇതാ അതിന്റെ മുകളിലായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച, അതൊക്കെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറിജിനൽ ഒരു ഉരുവിന്റെ മിനിയേച്ചർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒന്നും പറയാനില്ല, അത്രയും രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴേ ഇതിന്റെ ഈ ഒരു ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ കണ്ടുപോകും. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉരുവിലൊക്കെ ഒന്ന് കയറി സെബസ്ത്യാനോസ് പുണ്യാളനൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഇറങ്ങാൻ. അതുപോലെ തന്നെ ഈ പള്ളിയുടെ അരികിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇവിടെ ബൈബിളിലെ രഹസ്യങ്ങൾ 20ഓളം രഹസ്യങ്ങൾ ഇതാ ഇതേപോലുള്ള രൂപത്തിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തബോർ മലയിലെ യേശുവിന്റെ രൂപാന്തരീകരണം. അപ്പൊ ഇതേപോലുള്ള 20ഓളം രഹസ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. കാണാം വിശുദ്ധ കുർബാന സ്ഥാനം, അതായത് ലാസ്റ്റ് സപ്പറിന്റെ ഒരു രൂപം നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാ നല്ല മനോഹരമായിട്ട് തന്നെ ഈ പള്ളിയുടെ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒരുപാട് ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ചുറ്റും നടക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ പള്ളി. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ പള്ളിയുടെ ചിത്രീകരണം 1581 സ്ഥാപിച്ചിട്ടുള്ള പള്ളി. നമ്മൾ ആ പഴയ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മുടെ ഈ അർത്തുങ്കൽ പ്രധാന പള്ളിയുടെ ചുറ്റും നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരുപാട് രഹസ്യങ്ങളുടെ ശില്പങ്ങൾ ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതാ യേശുവിൻ്റെ ആ ഒരു കുറേ ശില്പങ്ങൾ. അപ്പോൾ ഇവിടുത്തെ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗത്സമനിയിലെ യേശുവിൻ്റെ പ്രാർത്ഥന, അങ്ങനെയാണ് ഈ രഹസ്യം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഈ ശില്പങ്ങൾ ചെയ്തിട്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ രണ്ട് പള്ളിയുടെയും കൂടി ഒരു ജോയിന്റ് ഭാഗം നമുക്കിവിടെ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു രസകരമായൊരു കാഴ്ച. അതുകൊണ്ട് ആ പഴയ പള്ളിയുടെയും പുതിയ പള്ളിയുടെയൊക്കെ ആ ഒരു ഗോപുരം നമുക്കിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പഴയ പള്ളിയുടെ ഒരു ലെങ്ത് നമുക്ക് ഇതാ ഇങ്ങനെ കാണാം. അത് കംപ്ലീറ്റ് ഓടാണ്. ഇതാ ഓടിൽ നിർമ്മിച്ചിരിക്കുന്ന ആ പഴയ പള്ളി കാണാം. അതുപോലെ തന്നെ പുതിയ പള്ളിയുടെ ഒരു രൂപം നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാം. പക്ഷെ ഇവിടെ എന്താ പറയുക, ഒരു ഷെഡ് അടിക്കുന്നുണ്ട്. ഈ തിരുനാളിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരു ഊട്ടുപുര പോലെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫുൾ ഭംഗി നഷ്ടപ്പെട്ടു, കുറച്ച് കട്ടായിപ്പോയി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതികളും രൂപഭംഗികളും കാഴ്ചകളും വാസ്തുശില്പങ്ങളും ഒക്കെ. കൽത്തൂണിൽ ബന്ധിക്കപ്പെട്ടു ചാട്ടവാറിൽ പ്രഹരിക്കപ്പെടുന്ന യേശു. അതുകൊണ്ട് യേശുവിനെ കൽത്തൂണിൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് പ്രഹരിക്കുന്ന ഒരു ശില്പമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഈ പള്ളിക്ക് ചുറ്റും ഒരു റൗണ്ട് അടിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഒരു ഫുൾ വ്യൂ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ സൈഡിലൊക്കെ ഷെഡൊക്കെ കെട്ടിയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ആ പരിമിതികൾ വെച്ച് നമ്മൾ ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പരിമിതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നട്ടുച്ചയാണ്, വെയിലിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു രീതിയിൽ ഇതിന്റെ ഒരു വിഷ്വൽ എടുക്കുന്നത് കേട്ടോ. മനോഹരമായ ഒരു കാഴ്ചയായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ മാത്രമേ ഇത്ര വ്യൂവിൽ കിട്ടുള്ളൂ, ബാക്കിയുള്ളിടത്തൊക്കെ തടസ്സങ്ങളാണ്. ഇതാണ് ഇതിന്റെ നിർമ്മാണം. ഫുൾ കരിങ്കല്ലാണ്. കരിങ്കല്ലിലാണ് ഈ പള്ളി കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം 20ഓളം രഹസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ ഉദ്ധാനം, അങ്ങനെയൊക്കെ ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിന്റെ ചുറ്റും നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ പള്ളിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ അർത്തുങ്കൽ പള്ളിയുടെ ഹിസ്റ്ററി, ചരിത്രങ്ങൾ, ഇവിടുത്തെ കാഴ്ചകൾ, പോർച്ചുഗീസ് വാസ്തുവിദ്യ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരണം. വെളുത്തച്ഛന്റെ കഥകൾ കാണാനും കേൾക്കാനും അറിയാനൊക്കെ ആയിട്ട് ഇവിടെ വരണം. മാത്രമല്ല നമ്മൾ പറഞ്ഞല്ലോ ജനുവരി 10 മുതൽ ജനുവരി 27 വരെയാണ് ഇവിടുത്തെ തിരുനാൾ മഹോത്സവം നടക്കുന്നത്. അത് കാണാനായിട്ട് ഈ വീഡിയോ അതിനു മുമ്പ് കാണുന്നവരാണെങ്കിൽ അത് കാണാനായിട്ട് തീർച്ചയായിട്ടും വരണം. അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ എന്തായാലും ഇവിടെ എത്തിയിരിക്കണം. അത്രയും മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കാനുള്ളത്, പങ്കുവെക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.